മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷത്തിന്റെ നേതാവിന്റെ മുമ്പിൽ മെമ്മോറാണ്ടമായി മഹാനായ ഷെയ്ഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് മെമ്മോറാണ്ടം നൽകുകയായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിച്ചവരെ ഞങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ നിരാകരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അത്രയും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആവശ്യങ്ങളല്ല, ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളാണ്. ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്, കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ കാസർഗോഡ് തുടങ്ങിയപ്പോൾ, വയനാടിലെത്തിയപ്പോൾ, ഇടുക്കിയിലെത്തിയപ്പോൾ, പാലക്കാടെത്തിയപ്പോൾ അതിർത്തികളിൽ വളരെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇവിടങ്ങളൊന്നിലും റഫറൽ ഹോസ്പിറ്റൽ എന്നല്ലാതെ കാര്യക്ഷമമായ മെഡിക്കൽ കോളേജുകൾ വന്നിട്ടില്ല. അവിടെ ഒന്നും വേണ്ടത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തോട് പറയാനുള്ളത്, ബോർഡർ ഏരിയ വികസന സമിതി രൂപീകരിച്ചേ പറ്റൂ, പരിഹാരങ്ങൾ കണ്ടേ പറ്റൂ. അതോടുകൂടെ തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാ പുനഃക്രമീകരണം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് മതമായ കണ്ണിൽ നിങ്ങൾ കാണാൻ പാടില്ല. 1982, 80, 84 ഘട്ടങ്ങളിലായി വയനാട്, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകൾ വന്നു. 40 വർഷം കഴിഞ്ഞു. ശേഷം 40 വർഷം കഴിഞ്ഞതിനിടയിൽ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വന്നു. 174 ജില്ലകൾ വന്നു. ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും, ഒരു വിഭാഗത്തിനല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും വികസനം ലഭിക്കണം, ആരോഗ്യം ലഭിക്കണം, എല്ലാവർക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നൽകിയേ പറ്റൂ എന്ന് ഞങ്ങൾ ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്നുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, സമീപ ഭാവിയിൽ ഞങ്ങളുടെ നാട് അനുഭവിക്കാനിരിക്കുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമായിരിക്കും. അടുത്ത ബജറ്റിൽ അതിന് ഒരു പരിഹാര മാർഗം ആരോഗ്യ മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും പൂർണ്ണമായ വികസനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല നയരേഖ അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ മഹത്തായ സമ്മേളനം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ ബ്രെയിനുകളാകുന്ന അതീവ ബുദ്ധിമാന്മാരും അതീവ ഓർമ്മശക്തിയുള്ളവരും കോടിക്കണക്കിന് ജനത ഇവിടെയുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിൽ ഇന്ത്യന്റെ ധാരാളം കണക്കുകളെല്ലാം മുമ്പ് നിരത്തിയതാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. കാരണം ഇവിടെ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. ആയതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പാശ്ചാത്യൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സിലബസുകളും പരീക്ഷകളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് തുല്യമായ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം, ഇന്ത്യയിൽ വരണം. ഒരാൾ പോലും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാതെ, ഇന്ത്യയുടെ ബ്രെയിൻ ചോർന്നു പോകാതെ പുറം ലോകത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വന്നേ പറ്റൂ. ഇന്ന് ഈ ഒരാൾ വരുന്നുവെങ്കിൽ 25 ആള് ഇവിടെ നിന്ന് പോകുന്നു എന്നതാണ്. മറ്റൊരാവശ്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വകാര്യ ആസ്പത്രികളുടെ ചികിത്സാ ഫീസ് അനിയന്ത്രിതമായി കൂടി വരികയാണ്. സർക്കാർ ഹോസ്പിറ്റലുകളാവട്ടെ വേണ്ടത്ര ചികിത്സയും കിട്ടുന്നില്ല. 148 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ